ഇത്ര വലിയ വാറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർണ്ണ വിലയിൽ വലിയൊരു വ്യത്യാസമൊന്നും വരുന്നില്ല അല്ലേ? യെസ്, നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇവനല്ലേ മുന്നേ പറഞ്ഞത് വാറൊക്കെ വരുന്ന സമയത്ത് സ്വർണ്ണത്തിന്റെ വെള്ളിയുടെ വിലയിൽ വലിയൊരു കുതിപ്പ് ഉണ്ടാവും എന്നുള്ളത്. സാധാരണഗതിയിൽ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇതിനൊരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഹായ് ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ശ്രീജിത്ത് ജ്വല്ലറി ക്രിയേറ്റർ. ഇപ്പൊ ഈ വാറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഓയിൽ ആൻഡ് ഗ്യാസിനെയാണ്. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള LPG ഗ്യാസിന്റെ സിറ്റുവേഷൻ നമുക്ക് പറയാം. ഇതിൽ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ കാര്യത്തിൽ ഇറാനും കൂടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതില് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഇടയിലുള്ള ഹോർമസ് കടലെടുക്ക് വഴിയാണ് ഇതെല്ലാം പാസ് ചെയ്ത് പോകുന്നത്. ഇതും കപ്പൽ മാർഗം. ഈ ഹോർമസ് കടലെടുക്ക് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഓയിലിന്റെ സപ്ലൈ കുറഞ്ഞുകൊണ്ട് തന്നെ അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്കയുടെ കയ്യിലുള്ള ഓയിലെല്ലാം സപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. മറ്റ് രാജ്യങ്ങൾ ഡോളർ കൊടുത്ത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഓയിലും ഗ്യാസും വാങ്ങുന്നതുകൊണ്ട് തന്നെ ഡോളറിന്റെ മൂല്യം കൂടി, ഗോൾഡിന്റെ വില ഇടിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ ഇറാനും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളൊക്കെ നിന്ന് ഓയിലും ഗ്യാസ് സപ്ലൈ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഡോളറിന്റെ വില ഇടിയും ചെയ്യും, സ്വർണ്ണത്തിന്റെ വില കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ യുദ്ധ സമയത്തും ഗോൾഡിന്റെ വിലയിലും സിൽവറിന്റെ വിലയിലും ചെറിയൊരു ഇടിവും വലിയൊരു കുതിപ്പും കാണാത്തത്. എന്തായാലും ഈ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുന്നതിനനുസരിച്ചിട്ട്, ഒതുങ്ങിയില്ലെങ്കിലും ഇനിയും ആളുകൾ സേഫ് ഹെവൻ ആയിട്ടുള്ള ഗോൾഡിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നാട്ടിലെ LPG ഗ്യാസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി തരിക.